ഒരിടത്ത് ഒരു പാവം അപ്പൂപ്പനുണ്ടായിരുന്നു. കുട്ടമ്പിള്ള എന്നായിരുന്നു അപ്പൂപ്പന്റെ പേര്. ആർക്കും എന്തുപകാരവും ചെയ്യുന്ന അപ്പൂപ്പനെ പരോപകാരം കുട്ടമ്പിള്ള എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്നത്. ഒരു ദിവസം അപ്പൂപ്പൻ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയി. അപ്പോഴതാ ആരോ കരയുന്ന ശബ്ദം. അപ്പൂപ്പൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ കടുവച്ചാരാണ് കരയുന്നത്. എന്നെയൊന്ന് രക്ഷിക്കണേ അപ്പൂപ്പ, ഇല്ലെങ്കിൽ ഞാൻ ഈ ഗുഹയിൽ കടന്നു ചത്തുപോകും, കടുവ കരഞ്ഞുകൊണ്ട് അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൂപ്പൻ വേഗം കല്ലും മണ്ണുമൊക്കെ നീക്കി ഒരു വിധത്തിൽ അവിടെ എത്തി കടുവച്ചാരെ പുറത്തിറക്കി. പെട്ടെന്ന് അപ്പൂപ്പനെ നോക്കി കടുവ പറഞ്ഞു, ഹ ഹ ഹ, എനിക്ക് നല്ല വിശപ്പുണ്ട്, നിന്നെ കൊന്നു തിന്നാൽ എന്റെ വിശപ്പ് തീരും. അതു കേട്ട പാവം അപ്പൂപ്പൻ ഞെട്ടിപ്പോയി. എങ്കിലും പേടിയൊന്നും പുറത്ത് കാണിക്കാതെ അപ്പൂപ്പൻ കടുവയോട് ചോദിച്ചു, അതെന്ത് ന്യായമാ കടുവച്ചാരെ, ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്, ഏതായാലും ഇത് ന്യായമാണോന്ന് നമുക്ക് 2-3 പേരോടെങ്കിലും ചോദിക്കാം. ശരി, കടുവ സമ്മതിച്ചു. അങ്ങനെ അപ്പൂപ്പനും കടുവച്ചാരും കൂടി കാട്ടിലൂടെ നടന്നപ്പോൾ ഒരു ആന അതുവഴി വരുന്നു. അപ്പൂപ്പൻ ആനയെ തടഞ്ഞു നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആന പറഞ്ഞു, നിങ്ങൾ മനുഷ്യർ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി എന്തൊക്കെ ജോലികളാ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കടുവച്ചാരുടെ ഭാഗത്താ ന്യായം. ഇത് കേട്ട് വിഷമത്തോടെ കടുവയോടൊപ്പം മുന്നോട്ട് നടന്നു. അപ്പോഴിതാ ആ വഴി ഒരു കരടി വരുന്നു. അപ്പൂപ്പൻ കരടിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉടനെ കരടി പറഞ്ഞു, നിങ്ങൾ മനുഷ്യർ എത്രയെത്ര സാധുമൃഗങ്ങളെയാണ് വേട്ടയാടി കൊല്ലുന്നത്, അപ്പോൾ കടുവച്ചാരുടെ ഭാഗത്തല്ലേ ന്യായം. ഇതു കേട്ട അപ്പൂപ്പന് ഒത്തിരി വിഷമമായി. കടുവച്ചാരോടൊപ്പം വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ അതാ ഒരു നായ പമ്മി പമ്മി വരുന്നു. അപ്പൂപ്പൻ നായയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതു കേട്ട നായ കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ചോദിച്ചു, അല്ല കടുവച്ചാരെ, നീ ആ ഗുഹയ്ക്കുള്ളിൽ കിടന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല, ഇതെല്ലാം കള്ളത്തരമല്ലേ. അയ്യോ അല്ലല്ല, ഞാൻ ഗുഹയ്ക്കുള്ളിൽ കിടന്നത് വേണമെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കടുവച്ചാർ അപ്പൂപ്പനെയും നായയെയും കൂട്ടി താൻ കിടന്ന ഗുഹയുടെ അടുത്ത് എത്തി. പിന്നെ വേഗം ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. ആ തക്കം നോക്കി അപ്പൂപ്പൻ ഒരു മുട്ടൻ കല്ലുരുട്ടി വെച്ച് ഗുഹ അടച്ചു കളഞ്ഞു. തന്നെ രക്ഷിച്ച നായയോട് അപ്പൂപ്പന് വലിയ സ്നേഹം തോന്നി. അപ്പൂപ്പൻ നായയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നു മുതലാണത്രേ നായ മനുഷ്യന്റെ ചങ്ങാതിയായി മാറിയത്.